എല്ലാവർക്കും നമസ്കാരം. ലളിതാ സഹസ്രനാമം ശ്ലോകം 58. ചതുഷ്ഷഷ്ടിപചാരാഢ്യ ചതുഷ്ഷഷ്ടി കലാമയി മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത. ഒന്നാമത്തെ നാമം ചതുഷ്ഷഷ്ടിപചാരാഢ്യ. 64 ആചാരങ്ങളാലും പ്രാധാന്യം നൽകി ആരാധിക്കപ്പെടുന്നവൾ എന്നർത്ഥം. ആഢ്യ എന്നാൽ ശ്രേഷ്ഠ എന്നർത്ഥം. പരശുരാമന്റെ കൽപ്പശാസ്ത്ര പ്രകാരമുള്ള ഉപചാരങ്ങളാണ് ഈ 64. മറ്റു തന്ത്രങ്ങളിൽ 8 ഉപചാരങ്ങൾ കൂടി പ്രതിപാദിക്കുന്നുണ്ട്. ഇവയെല്ലാം ഗുരുമുഖത്തു നിന്ന് അഭ്യസിക്കേണ്ടവയാണ്. ഈ 64 ഉപചാരങ്ങളിൽ 16 പ്രധാനം. അവ ഷോഡശോപചാരങ്ങൾ എന്നറിയപ്പെടുന്നു. മറ്റെല്ലാം ഉപാംഗങ്ങളാണ്. ഷോഡശോപചാരം: ആവാഹനം, ആസനം, പാദ്യം, അർഘ്യം, ആചമനം, സ്നാനം, വസ്ത്രം, ഭൂഷണം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നൈവേദ്യം, താംബൂലം, പ്രദക്ഷിണം, നമസ്കാരം എന്നിവയാണ്. ഇങ്ങനെ ഈ 64 ഉപചാരങ്ങളാലും ആരാധിക്കപ്പെടുന്നവൾ എന്ന് താല്പര്യം. അടുത്ത നാമം ചതുഷ്ഷഷ്ടി കലാമയി. കലകൾ 64 ആ കലാരൂപങ്ങളായി പ്രകാശിക്കുന്നവളാണ് ദേവി. കല എന്നാൽ അംശം എന്നും അർത്ഥം. ആത്മചൈതന്യത്തിന്റെ അംശം. കല ഏതും ആത്മചൈതന്യത്തിന്റെ അംശമാണ്. ഈ പ്രപഞ്ചത്തിൽ ഈശ്വര പ്രഭാവം പ്രകടിപ്പിക്കുന്നതായി തേജോമയമായി ഉത്സാഹപൂർണമായി ഏതേത് ഭാവങ്ങളുണ്ടോ അവയൊക്കെ പരമാത്മ ചൈതന്യത്തിന്റെ പ്രകടിത രൂപമാണ് എന്ന് ഭഗവാൻ അർജുനനോട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അടുത്ത നാമം മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത. 64 യോഗിനി ഗണങ്ങളാലും പരിസേവിതയായവൾ എന്നർത്ഥം. ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, മാഹേന്ദ്രി, ചാമുണ്ഡി, മഹാലക്ഷ്മി എന്നീ 8 യോഗിനികൾക്ക് ഓരോരുത്തർക്കും അക്ഷോഭ്യ മുതലായ 8 ശക്തികൾ വീതമുണ്ട്. അങ്ങനെ 64 യോഗിനികൾ, ചതുഷ്ഷഷ്ടി യോഗിനികൾ. ഇവരെല്ലാം ദേവിയുടെ ഓരോ ശക്തിവിശേഷം തന്നെയാണ്. ഈ ഓരോ യോഗിനിക്കും അംശഭൂതരായി 1 കോടി യോഗിനികൾ വേറെയുണ്ട്. ത്രൈലോക്യമോഹനം തുടങ്ങിയ 9 ചക്രങ്ങളിൽ ഓരോന്നിലും ഇത്തരം 64 കോടി യോഗിനികൾ വസിക്കുന്നു. ഇവരെ എല്ലാവരെയും ചേർത്ത് മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനികൾ എന്ന് വിളിക്കുന്നു. ഈ മഹായോഗിനി ഗണത്താൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി എന്ന് സാരം. നാമങ്ങൾ: ഓം ചതുഷ്ഷഷ്ടിപചാരാഢ്യായേ നമഃ. ഓം ചതുഷ്ഷഷ്ടി കലാമയേ നമഃ. ഓം മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിതായേ നമഃ. എല്ലാവർക്കും ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.